ഹായ് കൂട്ടുകാരെ, എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നും പച്ചക്കറി ഒന്നുമല്ല കാണിക്കുന്നത്, ഇന്ന് വിളവെടുപ്പുമല്ല, കൃഷി ചെയ്യുന്ന ഒന്നുമല്ല. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇന്ന് നോമ്പ് തുറക്കാൻ ഉണ്ടാക്കുന്ന ഒരു കിടില ഐറ്റം. ഇതാ, ഞാൻ അതിനു വേണ്ടി അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിത് ഇന്നലെ അരി വെള്ളത്തിലിട്ട് വെച്ചതാട്ടോ. ഇന്നലെ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ഓട്ടത്തില് ടയറ് പത്തിരി എന്നൊക്കെ ഇതിന് പറയും. അതാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വയനാട്ടുകാർ മൊത്തം ഇത് നോമ്പ് തുറക്കാൻ ഉണ്ടാക്കുന്ന സ്പെഷ്യലായത്. ഇപ്പൊ ഇതിന് പുഴുങ്ങലരി എടുക്കേണ്ടത്. പുഴുങ്ങലരി എന്ന് പറഞ്ഞാല് ചോറ് വെക്കുന്ന അരി, പിന്നെ ഷാപ്പിൽ നിന്ന് വാങ്ങുന്ന അരി അതിന് ഏറ്റവും ബെസ്റ്റ്, അതാ ഏറ്റവും നല്ലത്. പുഴുങ്ങലരി എടുത്ത് കഴുകിയതിന് ശേഷം ഞാൻ ചുടുവെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചതാ. അത് ഒഴിക്കുന്നത് ഞാൻ കാണിച്ചില്ല, അത് ഇന്നലെ ചെയ്തതാ. അപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് അരക്കാൻ പോകട്ടെ. ഇത് മിക്സിയിൽ അരക്കും. ഇത് പുഴുങ്ങലരി അല്ലേ, മിക്സി കേട് വരുത്തണ്ടെന്ന് വിചാരിച്ച് ഞാൻ അരക്കുന്നത് ഗ്രൈൻഡറില. അമ്മിയിലും അരക്കാം. അമ്മിയിലൊക്കെ അരച്ചാൽ മതി, കുറച്ചാളുള്ള വെച്ചാൽ അമ്മിയിൽ അരച്ചാൽ മതി. അപ്പൊ ഞാൻ പുഴുങ്ങലരി ഇന്നലെ വെള്ളത്തിലിട്ടതാ. ഇത് ഇപ്പൊ കുതിർന്നിട്ടുണ്ട്. ഞാനിത് ഗ്രൈൻഡറിൽ അരക്കാൻ പോകട്ടെ. അപ്പൊ ഞാൻ അരച്ചതും അത് ഉണ്ടാക്കുന്നതും എല്ലാം ഞങ്ങളെ കാണിക്കട്ടോ. ഇത് കുറെ പേർക്ക് ഇത് അറിയില്ല. നാട്ടിലുള്ളവരൊക്കെ ചോദിക്കും അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കുന്ന അതേ രീതി നോക്കി ഉണ്ടാക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ടയറ് പത്ത് അരക്കാൻ തുടങ്ങി. നമുക്ക് അരക്കുമ്പോ തന്നെ നമുക്ക് ഉപ്പ് ഇടണം, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട്. ഇതൊരു അരമണിക്കൂറൊക്കെ ആവും കേട്ടോ ഇത് അരിഞ്ഞ് വരാന്. അരമണിക്കൂർ കഴിയട്ടെ, ഞാൻ അരിഞ്ഞിട്ട് കാണിച്ചു തരാം. നമുക്ക് അടച്ചു വെക്കണം. അതിനൊരു അടപ്പ് കണ്ടോ, അടച്ചിട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ അരഞ്ഞോളൂ. ഇത് ചൂടാവുന്നുള്ള പേടിയൊന്നുമില്ല, അത് ചൂടായി ഒന്നുമില്ല. മിക്സിയിൽ അരിയുമ്പോൾ ഒന്നുമല്ല, ഇത് എത്രയും നേരം ഇങ്ങനെ അരിഞ്ഞോളൂ, ചൂടായി ഒന്നുമില്ല. ഇത് നന്നായിട്ട് അരിഞ്ഞു. ഞാൻ അത് ഇങ്ങോട്ട് എടുത്ത് വെച്ചു. ഞാൻ ഇനി തുണിയിലേക്ക് ഒഴിക്കുക ഇത്. കാരണം പത്ത് ചുടണമെങ്കിൽ ഒന്ന് മുറുകണല്ലോ. അപ്പൊ ഞാൻ തുണിയിലേക്ക് ഒഴിക്കട്ടെ. ഞാൻ തുണിയിലേക്ക് ഒഴിച്ചു വെച്ചു. ഇനി ഇത് വെള്ളമെല്ലാം തുണി പിടിച്ചോളൂ. അരിയിലെ അരവില് എല്ലാതും പോയി, വെള്ളമൊക്കെ പോയി. നമുക്ക് എല്ലാം തുണി കുടിച്ചെടുത്ത് ഇങ്ങനെയാണ് വെള്ളം പോക്കല്. ഇതാ കണ്ടില്ലേ, ഇത്രയായി, സൂപ്പറായില്ലേ. ഇതുകൊണ്ടാണ് നമ്മള് ഓട്ടത്തില് ടയറ് പത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് നമുക്ക് വാഴന്റെ ഇലയൊക്കെ വേണം കേട്ടോ. അതൊക്കെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതാ വാഴന്റെ ഇല വാർന്ന് കൊണ്ടുവന്നു. ഇതിലാണ് നമ്മൾ ഉരുട്ടി വെക്കുന്നത്. അടുപ്പത്തേക്ക് വെക്കുമ്പോൾ വാഴന്റെ ഇല ഇതിന് മസ്റ്റാ. ഇതുണ്ടാക്കണമെങ്കിൽ ഗ്രൈൻഡർ വേണം, വാഴന്റെ ഇല വേണം. ഗ്രൈൻഡർ അല്ലെങ്കിൽ അമ്മിയാലും മതി. മിക്സിയിൽ ഇട്ടുണ്ടെങ്കിൽ അതിപ്പോ കുറെ നേരം മിക്സി ചൂടായിപ്പോ. ഇപ്പൊ കുറച്ച് ടാസ്ക് ആണ് ഇത് ഉണ്ടാക്കാൻ. പക്ഷെ ഉണ്ടാക്കിയാലോ നോമ്പ് തുറക്ക് സൂപ്പറാ. ഇത് നമ്മള് എന്താ ഇങ്ങനെ അങ്ങ് എടുക്കുക. കയ്യില് ഇങ്ങനെ ഉരുട്ടിയിട്ട് നല്ലോണം അരിഞ്ഞ്. ഇത് അരി പോലെ നിൽക്കും. നല്ല ചില അരിക്ക് നല്ല ടേസ്റ്റാ. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളിതാ ഇങ്ങനെ പരത്ത്. ചെറുതാകുമ്പോ കുറെ അധികം ഉണ്ടാക്കാം. ഞാൻ കുറച്ച് പരന്നിങ്ങട്ട് പരത്തുക, കുറച്ചധികം. വലിയ ചട്ടി, ഇത് 15 എണ്ണമൊക്കെ ഒന്നിച്ച് ചുടുന്ന ചട്ടിയൊക്കെ ഉണ്ട്, കല്ല്. എൻ്റെ 4 എണ്ണം പോവും. ചെറുതാണെങ്കിൽ 5-6 എണ്ണമൊക്കെ പോവും. ഇരുമ്പിന്റെ ചട്ടി ഉണ്ട്, മണ്ണിന്റെ ഉണ്ട്, നോൺ സ്റ്റിക്ക് ഉണ്ട്. ഇതാ കണ്ടില്ലേ പരത്തിയത്. അതിന്റെ മേലെ വേറൊന്ന് വെക്കുക. ഇതാണ് നമ്മള് കല്ലിൽ വെക്കാൻ പോകുന്നത്. അങ്ങനെ ഞാൻ 4 എണ്ണം
പരത്തി വെക്കട്ടെ, എന്നിട്ട് വേണം കല്ലടുപ്പത്ത് വെക്കാൻ. എല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ചുടാനുള്ള ഇരുമ്പും കല്ല് അടുപ്പത്ത് വെച്ച്, ഇതിന് മണ്ണിൻ്റെതൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ ഇരുമ്പും കല്ലിലാണ് ഇത് ചുടുന്നത്. ഇനി 3 എണ്ണം ഒന്നിച്ച ചൂടാം. 3 എണ്ണം ഞാൻ ഒന്നിച്ച ചുടുന്നത്. അടുപ്പത്ത് വെച്ചാൽ പിന്നെ നമ്മളിത് അടച്ച് വെക്കണം. ഇതങ്ങനെ അടച്ച് വെച്ചാൽ മതി. മൂടി തുറന്നിട്ട് ഞാൻ അതൊന്ന് മറിച്ചിട്ടു. ഇനി രണ്ടാമത് അടച്ച് വെക്കട്ടെ. ഇതാ കുറേ പ്രാവശ്യം മൂടി ഇങ്ങനെ തുറന്ന് മറിച്ചിടുക, പിന്നെ അടച്ച് വെക്കുക. അങ്ങനെ കുറേ പ്രാവശ്യം കഴിഞ്ഞാൽ ഇതിങ്ങ് പോരും. അതിൻ്റെ ഇലങ്ങൾ എടുത്ത് മാറ്റാം. ഇതിങ്ങനെ എല്ലാം മാറ്റി കഴിയാം. അതിൻ്റെ ഇല മാറ്റിയിട്ട് വീണ്ടും നമ്മൾ മൂടി വെക്കുക. അത്ര വലിയ ചൂടൊന്നും നമ്മൾ കൈ പൊള്ളണമൊന്നുമില്ല. ഇതാ 3 എടുത്ത് മാറ്റി. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം. ഇത് അടച്ച് വെച്ച് ഇട്ട് കഴിഞ്ഞു. നന്നായിട്ട് പൊങ്ങി വന്നിരുന്നു. ഇതിങ്ങനെ അമർത്തി 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 കിട്ടും. ഇതാ ഗൈസ്, ചുട്ട് കഴിഞ്ഞു, വെന്തു. ഇതാ ഇനി അവസാനം നമ്മൾ ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുക. അത് ഇതാ ഇങ്ങനെ നന്നായിട്ട് പൊള്ളിയിരുന്നു. ഫോണ് കൈ കുട്ടി എല്ലാം കൂടി ആവില്ല. നല്ല സ്പോഞ്ച് പോലെ പല്ല് പോലെ ആയിട്ടുണ്ട്. ഇത് അടിപൊളി. ഇതും ചിക്കൻ കറി നോമ്പ് തുറക്കുമ്പോ ഇതാ 3 എണ്ണം അടിപൊളി ആയിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. നാളെ ആരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ കമന്റ് ചെയ്യണം ശരിയായോ അല്ലേ എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഓക്കെ, ബൈ ബൈ.